യൂട്യൂബ് ചാനൽ. ഞാനും എൻ്റെ അനിയനും ഇപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വി ആർ ഗോയിങ് ടു പൊള്ളാച്ചി. ഐ ആം ഗോയിങ് ടു പൊള്ളാച്ചി. മൈ ഫ്രണ്ട് ഈസ് ഗെറ്റിംഗ് മാരിഡ് അറ്റ് പൊള്ളാച്ചി. സോ അങ്ങോട്ട് യാത്രയാകുകയാണ് ഞങ്ങൾ. ആൻഡ് വാട്ട് എൽസ്, അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ പുതിയ എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ഫ്രണ്ട് മാത്രമേ പറ്റുള്ളൂ, ബാങ്ക്സും വെച്ചു. ചുള്ളനല്ലേ എൻ്റെ അനിയൻ. അപ്പൊ അവിടെ എത്തിയിട്ട് ഞാൻ ഓൺ ചെയ്യും. കല്യാണ ചെറുക്കൻ്റെ വീട്ടിലെത്തി. ഇത് കല്യാണ ചെറുക്കൻ്റെ ചേച്ചിയാണ്, വൈഷ്ണവ്. ആൻഡ് ഇത് കെട്ടിയവൻ ഹാരോൺ. ഞാൻ കല്യാണ ചെറുക്കനെ കാണിച്ചു തരാം. എനിക്ക് വിശന്നിട്ട് ഞാൻ അമ്മ സാൻഡ്വിച്ച് ഒക്കെ പാക്ക് ചെയ്താണ് നേരത്തെ. അപ്പോൾ അത് കഴിക്കാനായിട്ട് മോളോട്ട് വന്നപ്പോഴേക്കും അവർക്കും വേണം. അപ്പൊ നമ്മൾ എല്ലാവരും ഒന്ന് ചേച്ചി. ഇതാണ് നമ്മുടെ അച്ഛൻ. സാം ബ്ലോഗിങ്. ഇവിടെ കല്യാണ ചെറുക്കൻ എവിടെ? കല്യാണ ചെറുക്കൻ എവിടെ? വിഷ്ണു എവിടെ? കല്യാണ ചെറുക്കൻ എവിടെ? ഇതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ. സാൻഡ്വിച്ച് ഒക്കെ കഴിക്കട്ടെ. നമ്മൾ നടന്ന് ബസ്സിലോട്ട് കയറാൻ പോകും. അതെ ഗൈസ്, വെയില്. ഇത്ര ദിവസം വീട്ടിൽ ഇരുന്ന് വെളുത്തത് വെറുതെ ആയി. നമ്മൾ ബസ്സിൽ കയറി സാധനമൊക്കെ വെച്ചു. A&M ട്രാവൽസിലാണ് നമ്മൾ പോകുന്നത്. ആക്ച്വലി കൊള്ളാം കേട്ടോ. യുനോ ഇച്ചിരി കിടന്നൊക്കെ പോകാൻ പറ്റും. നല്ല ഷോയിൽ ഇവിടെ അവിടെ നിന്ന് ഇവിടം വരെ ഫുൾ മസ്കറ്റ് ആളുകളായിരിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് കേരളത്തിലുള്ളവരായിരിക്കും. യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ നേരെ പൊള്ളാച്ചി, അത് കഴിഞ്ഞ് റിസോർട്ടിൽ സ്റ്റേ. ചെറുക്കൻ കല്യാണം കഴിച്ചൊക്കെ പോകാൻ പോണു. ദൈവമേ, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എനിക്ക് പാട്ടിടാൻ പറ്റാത്തത്. പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ പാട്ടിടുന്നില്ല. എന്തായാലും നമ്മൾ അങ്ങോട്ട് ഫുൾ ഡാൻസ് ചെയ്താണ് പോയത്. ഡാൻസ് മാത്രമല്ല, നമ്മുടെ ബൈജോങ്കളുടെ അടിപൊളി പാട്ടുകളും കുറേ ഉണ്ടായിരുന്നു. നമ്മൾ നാഗർകോവിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ബ്രേക്കാണ്. വാഷ്റൂം പോകുന്നവർക്ക് വാഷ്റൂം പോകാം, ചായ കുടിക്കാനുള്ളവർക്ക് ചായ കുടിക്കാം. ഞങ്ങളൊരു പെട്രോൾ പമ്പിലെത്തി. പാട്ടും ബഹളവും ഫുൾ വൈബായിരുന്നു. ബ്ലാക്ക് കോഫി ഉണ്ടോ? വിത്തൗട്ട് ഷുഗർ. അടിപൊളി വ്യൂ. കുറേ വാഴകള്, തെങ്ങും വാഴയും, പിന്നെ നമ്മളും. എവിടെയോ ചാടി ശീലമുള്ളതാണെന്നോ. ഉണ്ടടി. ഇനി ഡിന്നർ കഴിക്കാനുള്ള ടൈമാണ്. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി എല്ലാവരും പാട്ടും ബഹളും ഭയങ്കര വൈബായിരുന്നു ഇവിടെ. ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയുമാണ് നമ്മുടെ ഡിന്നർ. ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സീസോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കണ്ടപ്പോൾ ഒരു കൊതി തോന്നിയിട്ട് നമ്മളും പോയി കളിച്ചു. ഒരുപാട് സ്ഥലങ്ങളുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. രണ്ടര കഴിഞ്ഞു രാവിലെ. ഞങ്ങൾ ലോഡ്ജിലെത്തി. BM ലോഡ്ജ്. യെസ്, കളിക്കില്ല. നമ്മുടെ ഡോമെട്രി റൂം എടുക്കാൻ പോകുന്നു. 3 മണിയായി കാണും. ഡ്രസ്സൊക്കെ ചെയ്ത് ഇപ്പോൾ ഇന്ന് എന്താണ് പെണ്ണ് വീട്ടുകാരുടെ റിസപ്ഷനാണ്. സോ അത് വൈകുന്നേരമേ ഉള്ളൂ. അതുകൊണ്ട് അതുവരെ ഫുള്ള് കിടന്നുറങ്ങണം. ബൈ, ഗുഡ് നൈറ്റ്. Day 1 ഫിനിഷ്ഡ്. വെൽക്കം ടു Day 2. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നടന്നു പോകുന്നു. വെള്ളമില്ല കൈ കഴുകാനായിട്ട്. ഞങ്ങൾ
കൈ തുടച്ചു. അതുകൊണ്ട് ഇപ്പം നമ്മൾ തിരിച്ച് നടന്ന് പോവുക. ഫാൻസി കടയിലെല്ലാം കയറി ഒരു വട വാങ്ങിച്ചിട്ട് പൂവൊക്കെ നാളത്തേക്ക് സെറ്റാണ്. അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ ഡ്രസ്സ് മാറ്റി. തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. വേണ്ടായിരുന്നു. ഇല്ല ഇല്ല ഇല്ല, ഈ ഒറ്റ തോർത്തിൽ എല്ലാരും നനയ്ക്കും. പിഴിയും തോർത്തു. ഇറങ്ങാത്തവരെ നമ്മൾ മുക്കും. നദിയും ചാലിയാർ നദിയും കൂടെ ചേരുന്ന സ്ഥലമാണ്. ഒരു സംഗമ പ്ലേസ്. ആ മറ്റേ പുള്ളി. ഗോവിന്ദ്ര ആംബിയൻസ് കേട്ടോ. രാവിലെ കഴിക്കാമെന്ന് അതേ റെസ്റ്റോറൻറ്റിൽ തന്നെ വീണ്ടും വന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഞാൻ ഒരു തൈര് സാദം പറഞ്ഞു. അല്ലാ പോവാം. വളാടി I am ready. Sundarikutti is also ready. Hi, Desri. Nivi, Nivi. Hello. Nitya. Hi. Hi, Nage. Hi. ഒരാൾ വാഷ്റൂമിൽ കയറിച്ചിട്ടുണ്ട്. സോ നമ്മൾ റെഡിയാണ്. നമ്മളിനി റിസോർട്ടിലോട്ട് പോയിട്ട് അവിടെ കുറച്ച് പെണ്ണ് വീട്ടുകാരുടെ ചടങ്ങുണ്ട്. അങ്ങനെ അത് അറ്റൻഡ് ചെയ്യാൻ പോയാൽ ഇന്ന് ടൈം ശരിയാവാത്തോണ്ട് ഞാനൊന്ന് നോക്കട്ടെ. വയ്യ. പയ്യന്റെ ചേച്ചിയാണ് അത് പോകുന്നത്. അടിപൊളിയല്ലേ? അളയൻ പയ്യന്റെ റെഡി ആയതാ. ഇപ്പോഴാണ് നമ്മൾ പോകുന്നത്. വെരി സുന്ദരമണി സുന്ദരമാൻ റെഡി. ഓ നൈസ്. നമ്മള് റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്ത ഡാൻസ് ഫുൾ സക്സസ്. ഓക്കെ, നമ്മളിനി അകത്തൊക്കെ പോയി സ്നാക്സ് ഒക്കെ കഴിക്കാൻ. വെൽക്കം ഡ്രിങ്ക് വിശക്കുന്നു. അത് അവിടുന്ന് പോയി. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഗ്രൂമിൻ്റെ എൻട്രി അടിപൊളി മാസായിരുന്നു. അതിനുശേഷം ഫുൾ ഡാൻസും പാട്ടും ബഹളമായിരുന്നു. നമ്മുടെ മസ്കറ്റ് ഫ്രണ്ട്സ് ഗ്രൂപ്പിലെ ഫസ്റ്റ് മാരേജ് ആണ്. അപ്പോൾ നമ്മളത് എന്തായാലും ഗ്രാൻഡായിട്ടേ ആഘോഷിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ കുറേ നാൾക്ക് ശേഷം കൂടുന്നതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ച് നമ്മൾ കിടിലുമായിട്ട് എൻജോയ് ചെയ്തു.
ടു ഡേ 3 ഓഫ് പൊള്ളാച്ചി. നമ്മളെല്ലാവരും വിഷ്ണുവിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. സൗണ്ടൊക്കെ പോയി വയ്യ, കിടന്നില്ല നമ്മൾ. ഇപ്പോൾ നൗ 6:40. ഇവള് സ്റ്റെപ്പ് 1 നമ്മൾ കിടന്നപ്പോൾ തന്നെ നല്ല ലേറ്റായി, കണ്ണൊക്കെ കണ്ടില്ലേ ഇരിക്കുന്ന. ഔട്ട്ഫിറ്റ് ഞങ്ങൾ ഇന്നലെ റീലൊക്കെ എടുത്തു. എൻ്റെ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിക്കട്ടെ. ഇതാണ് ഞാൻ. അവന്റെ കല്യാണം അതെ, ഇപ്പൊ കെട്ടിപ്പോവും. നമ്മളോട് പൂ വെച്ചോണ്ടിരിക്കുന്നു. താങ്ക് യു. പൂ വാങ്ങിച്ചു തന്ന അജയ്ക്കും അജയുടെ കുടുംബത്തിനും 1000 നന്ദി. അതന്നെ ഫോട്ടോയും പുതിയ ഫോട്ടോയും വേണമെങ്കിൽ ഇപ്പൊ കാണിച്ചു. ഫോട്ടോ ഒന്ന് കാണിച്ചു തരും എനിക്ക്. കാണണ്ട. അയ്യോ കാണേ വേണ്ട. അയ്യോ സ്നേഹമൊക്കെ ഉണ്ടല്ലോ. അയ്യോ 2025 21 ഞാൻ തപ്പിയെടുക്കണം. അത് ഏത് ദിവസത്തെ ഫോട്ടോ എന്ന് പറഞ്ഞു? കല്യാണം കഴിഞ്ഞ് ഫുഡ് അടിക്കാൻ ടൈമായി. ഉറങ്ങിയിട്ടില്ല. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ പോയി പെണ്ണിനെ വന്ന് ഈ ബസ്സിൽ കയറ്റി കൊണ്ടുപോകും. അതെ, വിചിത്രമായ കുറേ ആചാരങ്ങൾ. ഉച്ചയായി, ഞാൻ ഒരു ഡോള് കഴിച്ച് അതിൽ വിശന്നിട്ട് വയ്യ. നമ്മൾ വീണ്ടും ഡ്രസ്സൊക്കെ മാറ്റി റിസോർട്ടിലേക്ക് വന്നു. ഇത് റൈസും റൈസും ക്യാരറ്റ് ഹൽവ. സാമ്പാർ അടിപൊളി. ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് 28 എൻ്റെ കോൺവക്കേഷൻ ദിവസമാണ് കോളേജിലെ. അപ്പോൾ ഈ സമയത്ത് മൈ ഫ്രണ്ട്സ് ആർ കോട്ട് സൂട്ടൊക്കെ ഇട്ട് ഗ്രാജുവേറ്റ് ചെയ്യുന്നത് ഇതായിരിക്കും. ഒരുപാട് പേരൊന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ ഉള്ളവരെത്രയും ഞാനിപ്പോൾ വീഡിയോ ഇടാം, അപ്പോൾ മനസ്സിലാവും. ഓക്കെ, അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് പാക്കപ്പ് ചെയ്ത് നമ്മളെല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുള്ള യാത്രയാണ് ഇത്. ഇതിൻ്റെ ഇടയിൽ ഐ ഗോട്ട് വെരി സിക്ക് ആൻഡ് ഡോളോയിലാണ് ഞാൻ പിടിച്ച് നിന്നത്. പറ്റുന്നില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ വീഡിയോസ് എടുത്തില്ല. അത് കഴിഞ്ഞ് സ്ട്രേറ്റ് ഇവൻ്റെ വീട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണിത്. ഇന്ന് രാവിലെ എത്തി. ഒരു മോർണിംഗ് 2 ഒക്കെ ആയപ്പോൾ എണീച്ച് നിൽക്കാൻ വയ്യാത്ത രീതിയിൽ അടിപൊളി പനി അടിച്ചു. എനിക്ക് വൈറൽ ഫീവർ ആയിരുന്നു. ഓഫീസിൽ പോയ അമ്മയെ തിരിച്ച് വിളിച്ച് വരുത്തി SP വെൽഫോർട്ടി. എനിക്ക് തല നല്ല വേദന, ത്രോട്ട് പെയിൻ, ചെസ്റ്റിന് ഇൻഫെക്ഷൻ, എല്ലാം കൊണ്ടായിട്ട് എനിക്ക് ഫുഡ് അമ്മ കഞ്ഞി തന്നിട്ട് പോലും എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ ട്രിപ്പ് ഇട്ടു. അവർ കുറച്ച് നേരം കിടത്തി കാഷ്വാലിറ്റിയിൽ. ഡോക്ടർ വന്ന് കണ്ടു, പനി നോക്കിയപ്പോൾ 102 ഉണ്ട്. അത്രേ ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് ഹി വാസ് വെരി നൈസ്. ഒരു 10-20 മെഡിസിൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഫൈൻ വിത്ത് വൈറൽ ഫീവറാണ്. പിന്നെ ഇത് ഇത്രയും മെഡിസിൻസ് വാങ്ങി. നാളെ നമ്മുടെ വിഷ്ണുവിൻ്റെ റിസപ്ഷനാണ് വൈകുന്നേരം. മോർണിംഗ് ജിമ്മിലെ ഓണം സെലിബ്രേഷൻ ഓബായ് താമരയിൽ വെച്ച്. എനിക്ക് അറിഞ്ഞിരുന്നല്ലോ ഭയങ്കര. വീട്ടിൽ എത്തിയിട്ട് ഉടനെ ഞാൻ മെസ്സേജ് ഗ്രൂപ്പിലിട്ടപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചോദിച്ചു ഹൗ ആർ യു, ഫൈൻ ആണോ, ഹോസ്പിറ്റലിൽ പോയോ? എവരി വൺ വാസ് ഗുഡ്. ഐ എം ലക്കി ടു ഹാവ് എ ഗുഡ് ഫ്രണ്ട്സ്. ഡേ 3 കഴിഞ്ഞിരിക്കുന്നു. ബൈ ബൈ. റെസ്റ്റ് എടുക്കട്ടെ, തലവേദനിക്കും.